ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹിന്ദി എജ്യുലേൺ. ഹിന്ദി എജ്യുലേണിൻ്റെ ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 5ാം ക്ലാസ്സുകാരുടെ ഹിന്ദിയിലെ 1ാമത്തെ യൂണിറ്റിലെ മുഴുവൻ വാക്കുകളും വീഡിയോ സഹിതമാണ് പഠിക്കുന്നത്. ചിത്രങ്ങളിലൂടെ വളരെ എളുപ്പം നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ ഇനി മുന്നോട്ടേക്കുള്ള ക്ലാസ്സുകളിലേക്ക് നിങ്ങൾക്കിത് വളരെ ഉപകാരമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദി നിങ്ങളിപ്പോൾ തുടക്കമാണ്. കുറേ പുതിയ പുതിയ വാക്കുകൾ നിങ്ങൾ പഠിച്ചു. ആ ചിത്രങ്ങളിലൂടെ അവ എന്താണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വാക്കുകൾ തെറ്റാണ്ട് എഴുതിയും പഠിക്കണം. കാരണം 1ാമത്തെ യൂണിറ്റിൽ നമ്മൾ കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ 2ാമത്തെ യൂണിറ്റിലെ മുഴുവൻ കാര്യങ്ങളും അങ്ങനെ നമുക്ക് 5ാം ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ കഴിയുമ്പോഴേക്കും വളരെ ഈസി ആയിട്ട് ഹിന്ദി എഴുതാനും വായിക്കാനും സെൻറ്റൻസ് ഉണ്ടാക്കാനും പഠിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ കാണുന്ന ചിത്രത്തിൽ ഒരു ബോയിയെ കാണാം അല്ലേ, ഒരു ആൺകുട്ടിയെ കാണാം. ആൺകുട്ടിക്ക് ഹിന്ദിയിൽ എന്താണ് പറയുക? ലഡ്ക. യഹ് ലഡ്ക ഹേ. ഇത് ആൺകുട്ടിയാകുന്നു. അടുത്ത ചിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്, ഗേളാണ്. ഗേളിന് എന്താണ് ഹിന്ദിയിൽ പറയുന്നത്? ലഡ്കി. നമുക്ക് സെൻറ്റൻസ് ആക്കി പറയുകയാണെങ്കിലോ യഹ് ലഡ്കി ഹേ, ഇത് പെൺകുട്ടിയാകുന്നു. യഹ് കോനെ? യഹ് ലഡ്കി ഹേ. അടുത്ത ചിത്രത്തിൽ നമ്മൾ കാണുന്നത് സ്കൈ ആണ്, ആകാശം. ആകാശത്തിന് ഹിന്ദിയിൽ എന്താണ് പറയുക? ആസ്മാൻ. എന്താണ് പറയുക? ആസ്മാൻ. അപ്പോൾ ഈ കാണുന്ന വാക്കുകളെല്ലാം നിങ്ങളൊരു നോട്ട് ബുക്കിലേക്ക് എഴുതി പഠിക്കണം കേട്ടോ, അക്ഷരങ്ങൾ തെറ്റാതെ. അടുത്തത് ആകാശത്തിൽ കാണുന്ന മേഘത്തിനെയാണ് നമ്മൾ ബാദൽ എന്ന് പറയുന്നത്. ബാദൽ. മേഘത്തിന് എന്താണ് പറയുക? ബാദൽ. അപ്പോൾ മേഘത്തിൻ്റെ മറ്റൊരു വാക്കൊക്കെ നമ്മൾ അടുത്ത യൂണിറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട്. നമ്മൾ ആ യൂണിറ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അക്ഷരങ്ങളൊക്കെ മുഴുവനായിട്ടുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ 5 യൂണിറ്റിലെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വാക്കുകൾ പറഞ്ഞ ശേഷം നമുക്ക് അക്ഷരങ്ങളിലേക്ക് പോകണം. അത് കഴിഞ്ഞ് നമുക്ക് സെൻറ്റൻസിലേക്ക് തിരിച്ചു വരണം. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. അടുത്ത ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? പക്ഷികളെ കാണുന്നുണ്ടല്ലേ. പക്ഷികൾക്ക് എന്ത് പറയും? ചിടിയാം. എന്താ പറയുക? ചിടിയാം. അടുത്തത് എന്താണ്? സൂര്യനാണല്ലേ. സൂര്യൻ എന്താണ് പറയുക? സൂരജ്. എന്താണ്? സൂരജ്. അതുപോലെ തന്നെ അടുത്തത് നമുക്ക് കാണാൻ സാധിക്കുന്നു വെയിലാണല്ലേ. വെയിലിന് എന്താണ്? ധൂപ്. ധൂപ് എന്താണ്? വെയിൽ. അപ്പോൾ നമ്മൾ കവിതയൊക്കെ പഠിച്ചതാണ്. ധൂപ് ആ ഗയി എന്ന് പറയുന്ന കവിതയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ സൂരജ്, സൂര്യൻ, ധൂപ്, വെയിൽ. അടുത്തത് പൂക്കളാണ്. അപ്പോൾ പൂക്കൾക്ക്, ഫ്ലവറിന് നമ്മൾ എന്താണ് പറയുക? ഫൂൽ. യഹ് ക്യാ ഹേ? യഹ് ഫൂൽ ഹേ. ഇതെന്താണെന്ന് വെച്ചാൽ ഇത് പൂവാകുന്നു. യഹ് ഫൂൽ ഹേ. നെക്സ്റ്റ് നമുക്കൊരു പൂന്തോട്ടം കാണാം, ഗാർഡൻ കാണാം അല്ലേ. ബഗീജ. പൂന്തോട്ടത്തിന് എന്താണ് പറയുക? ബഗീജ. യഹ് ബഗീജ ഹേ. നെക്സ്റ്റ് നമുക്കൊരു പ്ലാന്റ് കാണാം, ചെടി. ചെടിക്ക് എന്താണ് ഹിന്ദിയിൽ പറയുക? പൗധ. എന്താണ്? പൗധ. യഹ് ക്യാ ഹേ? യഹ് പൗധ ഹേ. ക്യാ എന്ന് പറഞ്ഞാൽ എന്ത് എന്നാണ് കേട്ടോ. നെക്സ്റ്റ് വൺ നമുക്ക് ഫ്രൂട്ട് കാണാം അല്ലേ. ഫ്രൂട്ട്സിന് എന്താണ് പറയുക? ഫൽ. യഹ് ക്യാ ഹേ? യഹ് ഫൽ ഹേ. ഓരോ പഴത്തിനും അതിൻ്റെതായ പേരുകളുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഇവിടെ കാണുന്നത് ആപ്പിളാണ്. ആപ്പിളിന് നമ്മൾ സേബ് എന്നാണ് പറയുക കേട്ടോ. അപ്പം അതൊക്കെ നമ്മൾ വഴിയെ ഓരോന്ന് സെപ്പറേറ്റ് നമ്മൾ പഠിക്കും. ഇപ്പോൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഫൽ. നെക്സ്റ്റ് പേട്. എന്താണ്? പേട്. പേട് എന്ന് പറഞ്ഞാൽ എന്താണ്? മരമാണല്ലേ, ട്രീ. നെക്സ്റ്റ് ബട്ടർഫ്ലൈ ആണ്. ബട്ടർഫ്ലൈക്ക് എന്താണ് പറയുക? തിത്തലി. യഹ് ക്യാ ഹേ? യഹ് തിത്തിലി ഹേ. തിത്തലി ക്യാ കർത്തേ ഹേ? തിത്തലി എന്ത് ചെയ്യാണ്? ഫൂൽ സേ മധു പീതാ ഹേ. പൂവിൽ നിന്നും തേൻ കുടിക്കുന്നു. നെക്സ്റ്റ് ചിടിയ. ആരാണ് ചിടിയ? പക്ഷിയാണല്ലേ. ചിടിയ. യഹ് ക്യാ ഹേ? ചിടിയ ഹേ. അടുത്തത് ഒരു പൂമൊട്ടിനെയാണ് നമ്മൾ കാണുന്നത്, കലി. യഹ് കലി ഹേ. യഹ് ക്യാ ഹേ? യഹ് കലി ഹേ. ഇത് പൂമൊട്ടാകുന്നു. യഹ് എന്ന് പറഞ്ഞാൽ ഇത്, ഹേ എന്ന് പറഞ്ഞാൽ ആകുന്നു എന്നാണ്. അപ്പം യഹ് ക്യാ ഹേ എന്ന് ചോദിച്ചാൽ യഹ് കലി ഹേ. നെക്സ്റ്റ് നമുക്ക് കാറ്റ് കാണാം അല്ലേ. കാറ്റ് കാണാൻ കഴിയില്ല, നമുക്കങ്ങനെ ചെടികളൊക്കെ ഇളകുന്ന കാണാം. ഹവ. കാറ്റിന് എന്താണ് പറയുക? ഹവ.
അടുത്തത് നമ്മൾ നിറമാണ് പരിചയപ്പെടാൻ പോകുന്നത്. റെഡ് കളറാണ്. റെഡ് കളറിന് എന്താണ് നമ്മൾ പറയുക? ലാൽ. എന്താണ്? ലാൽ രംഗ്. നിറത്തിന് നമ്മൾ എന്താണ് പറയുക? രംഗ്. അപ്പോൾ ലാൽ രംഗ്, ചുവന്ന നിറം. അടുത്തത് ഗ്രീനാണ്. ഗ്രീനിന് എന്താണ് പറയുക? ഹരാ. അപ്പോൾ പച്ചയ്ക്ക് ഹരാ എന്നാണ് പറയുക. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് ബ്ലാക്ക് ആണ്. ബ്ലാക്കിന് കാല. കാലാ രംഗാണ്. ബ്ലാക്ക് കളറിനെ നമ്മൾ പറയും കാല. അതുപോലെ തന്നെ ബ്ലൂ, നീല കളറിന് നീല എന്ന് തന്നെയാണ് പറയുക. നീലയ്ക്ക് നീല. അപ്പോൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടത്? ലാല് ചുവപ്പ്, ഹര പച്ച, കാല കറുപ്പ്, നീല നീല തന്നെയാണ്. അതുപോലെ തന്നെ അടുത്തതാണ് പീല. പീല എന്താണ്? യെല്ലോ കളർ, മഞ്ഞ കളറാണ് കേട്ടോ. നെക്സ്റ്റ് വൺ രാത്രി. നൈറ്റിന് നമ്മൾ എന്താണ് പറയുക? രാത്ത്. രാത്രി സമയത്തിന് നമ്മൾ രാത്ത് എന്നാണ് ഹിന്ദിയിൽ പറയുക കേട്ടോ. അടുത്തത് നമുക്കൊരു പപ്പിയെ കാണാം. പപ്പിക്ക് എന്താണ് പറയുക? പില്ല. ഒരു പട്ടിക്കുഞ്ഞാണ്, ഇതിനെ പില്ല എന്ന് പറയുന്നു. ഇനി കളിക്കുന്നതിന് നമ്മൾ എന്ത് പറയും? ഖേൽന. ഖേൽന കളിക്കുക. അതുപോലെ തന്നെ ഉറങ്ങുന്നതിന് നമ്മൾ എന്ത് പറയും? സോന. ഉറങ്ങുന്നതിന് സോന. ഭക്ഷണം കഴിക്കുന്നതിന് ഖാന. ഭക്ഷണത്തിനും ഖാന എന്നാണ് പറയുക. അടുത്തത് ഫാനാണ്. ഫാനിന് നമ്മൾ എന്ത് പറയും? പങ്ക. അതുപോലെ വാലിന് പൂഞ്ച്. വാലിന് എന്താണ് പറയുക? പൂഞ്ച്. നെക്സ്റ്റ് ഈച്ചയ്ക്ക് മക്കി. ഈച്ചയ്ക്ക് എന്താണ്? മക്കി എന്നാണ് പറയുക. അടുത്തത് ഒരു വീടാണ്, ഹൗസ്. ഹൗസിന് എന്താണ് പറയുക? ഘർ. ഹിന്ദിയിൽ ഘർ എന്നാണ് പറയുക. അടുത്തത് ഒരു അമ്മയും കുട്ടിയെയും നമുക്ക് കാണാം. അമ്മയ്ക്ക് മദറിന് എന്താണ് പറയുക? മാം. എന്താണ് പറയുക? മാം. കുട്ടിക്ക് എന്താണ് പറയുക? ബച്ച. കുട്ടിക്ക് എന്താണ്? ബച്ച. അമ്മയും കുട്ടിയും. അതുപോലെ തന്നെ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചായയും ബിസ്ക്കറ്റും ആണ് അല്ലേ? ചായ് ഔർ ബിസ്ക്കറ്റ്. അപ്പോൾ എന്താണ് ഔർ എന്ന് പറഞ്ഞാൽ? ചായയും ബിസ്ക്കറ്റും. ആൻഡ് എന്ന അർത്ഥമാണ് ഇവിടെ ഹിന്ദിയിൽ ഔർ എന്ന് പറയുന്ന വാക്കിനുള്ളത് കേട്ടോ. ചായ് ഔർ ബിസ്ക്കറ്റ്, ചായയും ബിസ്ക്കറ്റും. നെക്സ്റ്റ് വായിക്കുന്ന പിക്ചറാണ് നമ്മൾ കാണുന്നത്. വായിക്കുന്നതിന് എന്ത് പറയും? പഠിന. എന്താ പറയുക? പഠിന എന്ന് പറഞ്ഞാൽ വായിക്കുക. ഇനി നമ്മൾ സെൻറ്റൻസിലേക്ക് വരുമ്പോഴാണ് ഖേൽ താഹേ. കണ്ടോ? ഖേൽന എന്ന് പറഞ്ഞാൽ കളിക്കുക. കളിക്കുന്നു എന്നാക്കുമ്പം നമ്മൾ സെൻറ്റൻസിലേക്ക് വരുമ്പോഴാണ് ഈ ഖേൽന എന്ന വെർബിനെ ഖേൽ താഹേ എന്നെഴുതുന്നത്. അതുപോലെ ഉറങ്ങുന്നു, സോ താഹേ. അതുപോലെ വീടിൻ്റെ പുറത്ത്. പുറത്ത് എന്നുള്ളതിന് ബാഹർ. ബച്ചെ ഘർ കെ ബാഹർ ഹേ. എന്നാൽ ഉള്ളിലാണെങ്കിലോ അന്ധർ. ലഡ്കി ഘർ കെ അന്തർ ഹേ. ഇനി മരത്തിൻ്റെ ചുവട്ടിൽ ആനകളുണ്ടല്ലേ? നീച്ചെ എന്നാണ് ചുവട്ടിലുള്ളതിന് പറയുക. പേട് കെ നീച്ചെ ഹാത്തി ഹേ. പേട് കെ ഊപ്പർ ബന്ദർ ഹേ. മരത്തിന് മുകളിൽ കുരങ്ങുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. താങ്ക് യു.